ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ 2026 മാർച്ച് മാസം പകുതി ട്രേഡിംഗ് ഡേയ്സ് മാത്രം പിന്നിടുമ്പോൾ തികച്ചും നിരാശ പടർത്തുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. ഇപ്പോൾ 2016 മുതൽ 2026 വരെയുള്ള ഈ 10 വർഷങ്ങളിൽ ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയ മാസങ്ങൾ എടുത്താൽ ടോപ്പ് 10 മന്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2020 കോവിഡ് മാർച്ച് മാസം ഉണ്ടായിട്ടുള്ള 23% ഫോള് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ ഒരു മാസമായിട്ടാണ് ഈ 2026 ഈ മാർച്ച് മാസം നിൽക്കുന്നത്. അപ്പോൾ ഇനിയും പകുതിയോളം ട്രേഡിംഗ് സെഷൻ ബാക്കിയിരിക്കുമ്പോൾ മാർച്ച് മാസത്തെ ഈ മാർക്കറ്റിൻ്റെ പ്രകടനം ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മോശം പ്രകടനമായിട്ട് ഒരുപക്ഷെ ഈ മാർച്ച് മാസം രേഖപ്പെടുത്തപ്പെട്ടേക്കാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോഡ് മാർക്കറ്റിൽ നിഫ്റ്റി 50 ഏകദേശം 5% ഒരു ഫോളാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയിട്ടുള്ളത് നിഫ്റ്റി 50 തന്നെയാണ്. കാരണം നിഫ്റ്റി നെക്സ്റ്റ് 50 4%, മിഡ് ക്യാപ്പ് 150 4% ഡൗൺ ആയപ്പോൾ സ്മോൾ ക്യാപ്പ് 250യും മൈക്രോ ക്യാപ്പ് 250യും 3% ഒരു ഡൗൺ മാത്രമാണ് കാണിച്ചത്. ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് കാര്യമായ സെല്ലിംഗ് നടക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ മൊത്തത്തിലെ മാർക്കറ്റിലെ സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശം പെർഫോമൻസ് കാണുന്നത് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിലാണ്. അതുപോലെ നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മെറ്റൽ, ഇങ്ങനെ അതിന് മുമ്പുള്ള മാസങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയ ഈ ഇൻഡെക്സുകളൊക്കെയാണ് ഇപ്പോൾ വലിയ തോതിൽ ക്രാഷ് ആയിട്ടുള്ളത്. അതേപോലെ 3 മുതൽ 4% വരെ ഫോൾ ആയിട്ടുള്ള സെക്ടർ ഇൻഡെക്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി MNC, നിഫ്റ്റി റിയൽറ്റി, നിഫ്റ്റി FMCG, നിഫ്റ്റി കമ്മോഡിറ്റീസ്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി IT, ഈ സെഗ്മെൻറ്റിലൊക്കെയാണ് ഒരു 3 മുതൽ 4% വരെയുള്ള ഫോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നിഫ്റ്റി 50യുടെ ഫോളിനേക്കാൾ കുറവ് ഫോൾ നടന്നിട്ടുള്ളത് ഈ സെക്ടറുകളൊക്കെയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലെ വലിയ ഫോളിൽ ഏറ്റവും പിടിച്ചു നിന്ന ഒരു ഇൻഡെക്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊന്ന് നിഫ്റ്റി CPSE, നിഫ്റ്റി PSC, അതുപോലെ നിഫ്റ്റി എനർജി, നിഫ്റ്റി ഫാർമ ഇൻഡെക്സുകളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയായാലും ഓവറോൾ എല്ലാ സെക്ടേഴ്സും നെഗറ്റീവിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഇപ്പോൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസാണ്. ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 100 മുകളിലാണ്. 103 എന്ന ലെവലൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ രേഖപ്പെടുത്തിയായിട്ട് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മാത്രം ഏകദേശം 11% ഒരു സ്പൈക്കാണ് ഈ ബ്രന്റ് ക്രൂഡിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഗോൾഡ്, സിൽവർ പോലെയുള്ള പ്രീഷ്യസ് മെറ്റൽസ് ഉയരാറുണ്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിലുള്ള ഗോൾഡ് ETF നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ബീസ് ഏകദേശം 0.38% ആണ് കഴിഞ്ഞ ആഴ്ച താഴത്തേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ സിൽവർ ബീസും 0.83% ആണ് താഴത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ ഫോളൊന്നും നടന്നിട്ടില്ലെങ്കിലും അത് മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗോൾഡും സിൽവറും എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള വ്യക്തമായ ഉത്തരവാണ് നമുക്ക് US ഡോളർ ഇൻഡെക്സ് കാണുന്നത്. ഫണ്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് ഡോളറിലേക്കാണെന്ന് വ്യക്തമാണ്. കാരണം അവിടെ ഡോളർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 100 മുകളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 ഡേയ്സിൻ്റെ അതിൻ്റെ ഹൈക്ക് ഏകദേശം 1.89% ആണെന്ന് കാണാം. ഇനി നമ്മൾ അടുത്ത ആഴ്ച വരാൻ പോകുന്ന മാർക്കറ്റിനെ അവിടെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ട്രിഗർ പോയിന്റുകളും ഇവൻറ്റുകളും നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം തന്നെയാണ്. US ഇസ്രായേൽ സഖ്യം ഇറാനും തമ്മിലുള്ള ആ യുദ്ധം 3ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ വളരെ സങ്കീർണമായിട്ടാണ് യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് സാറ്റർഡേ ഇറാൻ്റെ ഓയിൽ എക്സ്പോർട്ടിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രം എന്ന് പറയാൻ പറ്റുന്ന കാർഗ് ഐലൻഡിൽ അവിടെയുള്ള എല്ലാ മിലിറ്ററി സെൻറ്റേഴ്സിനെയും ആക്രമിച്ചതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ബോംബിംഗ് ആണ് അതെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇത് കൂടാതെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് ഇറാൻ UAEയിലുള്ള US ബേസുകൾ ആക്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അബുദാബിയിലെ ജബൽ അലി, ഖലീഫ പോർട്ടിലൊക്കെ ആളുകളെ വെക്കേറ്റ് ചെയ്യണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ ഇറാഖിലെ ബഗ്ദാദിലുള്ള US എംബസി കോമ്പൗണ്ടിന് നേരെ ഒരു മിസൈൽ ആക്രമണം നടന്നതായും എംബസിയിലെ ഹെലിപ്പാഡിൽ മിസൈൽ പതിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ കാർഗ് ഐലൻഡിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണം ഈ യുദ്ധത്തിൻ്റെ ഒരു കാര്യമായൊരു വഴിത്തിരിവായി മാറാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പൊതുവെ ഈ വാർ എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിൽ ഈ വാർ വളരെ ലോങ് ആയിട്ട് നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു വാറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇറാൻ അൺകണ്ടീഷണലായിട്ട് സറണ്ടർ ചെയ്യാതെ ഒരിക്കലും ആക്രമണം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ട്രംപ് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിലവിലുള്ള ഈ ഒരു സാഹചര്യം തണുക്കുന്ന രീതിയിലുള്ള യാതൊരു ചർച്ചകളും ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇരുപക്ഷവും സൈനികമായിട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കാനുള്ള കാര്യങ്ങളാണ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോർമസ് കടലിടുക്കിലുള്ള ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും അത് ഏത് തരത്തിലായിരിക്കും നെക്സ്റ്റ് വീക്ക് പോവുക എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റാണ് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ഗ്യാസ് ഷോർട്ടേജും
അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈക്കുമാണ്. കൂടാതെ ഇന്ത്യൻ രൂപി വലിയ തോതിൽ തകർന്നുകൊണ്ടിരിക്കുന്നതും ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും FIAs അവരുടെ വിൽപ്പന വലിയ തോതിൽ വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു മാർച്ച് മാസം മാത്രം അവർ ഓൾറെഡി 56,000 കോടിയുടെ ഒരു വിൽപ്പന ഓൾറെഡി അവർ നടത്തിക്കഴിഞ്ഞു. അപ്പോൾ FIAs ഒരു മാസം നടത്തുന്ന ഏറ്റവും ഉയർന്ന സെല്ലിങ് ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയത് 2024 ഒക്ടോബറിലാണ്. അന്ന് 94,000 കോടിയിലധികം രൂപയുടെ ഒരു സെല്ലിങ് FIAs നടത്തിയിരുന്നു. അതിന് മുമ്പത്തെ ഹയസ്റ്റ് ഉണ്ടായിരുന്നത് 2020 മാർച്ചിലാണ്. അന്ന് 61,000 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ സെല്ല് ചെയ്ത അതേ എമൗണ്ടിനോട് അടുത്താണ് ഇപ്പോൾ ഈ മാർച്ച് മാസം സെല്ലിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസം പകുതി ആയിട്ടേ ഉള്ളൂ, ഇനിയും പകുതി ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സെല്ലിംഗ് ഫ്രീക്വൻസി തുടരുകയാണെങ്കിൽ ചരിത്രത്തിലെ FIAsന്റെ ഏറ്റവും വലിയ സെല്ലിംഗ് നടക്കുന്ന ഒരു മാസമായിട്ട് ഒരുപക്ഷെ ഈ മാസം മാറിയേക്കാം. അപ്പോൾ FIAsന്റെ ഈ ഒരു മാസീവ് സെല്ലിങ്ങിൽ നമ്മുടെ മാർക്കറ്റ് പിടിച്ചു നിൽക്കാനുള്ള കാരണം DIAsന്റെ ബൈങ് ആണ്. FIAs സെല്ല് ചെയ്തതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഏകദേശം 70,000 കോടിയുടെ DIAs വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആശ്വാസകരമായ കാര്യം. അപ്പോൾ FIAsന്റെ ഈ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം റുപ്പിയുടെ വീക്ക്നെസ് ആണെന്ന് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുന്നത് 5 ട്രേഡിംഗ് സെഷനിൽ 4 പ്രാവശ്യവും 92 മുകളിലാണ് ഇന്ത്യൻ രൂപി ഡോളറിനെതിരെ നിലകൊണ്ടത്. അപ്പോൾ ഈ റുപ്പിയുടെ ഈ വീക്ക്നെസ് തുടരുകയാണെങ്കിൽ FIAs സെല്ലിംഗ് ഇനിയും വർദ്ധിക്കും. അപ്പോൾ DIAsന് എത്രമാത്രം FIAsന്റെ ഈ സെല്ലിങ്ങിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് നെക്സ്റ്റ് വീക്ക് നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും നിലവിലുള്ള മ്യൂച്വൽ ഫണ്ട് ഡാറ്റകളും മറ്റ് ഫണ്ട് ഇൻഫ്ലോവും സൂചിപ്പിക്കുന്നത് DIAs ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ വലിയൊരു തകർച്ചയില്ലാതെ നമ്മുടെ മാർക്കറ്റിന് ഒരു പക്ഷേ DIAs പിടിച്ചു നിർത്തിയേക്കാം. ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് USന്റെ ഫെഡ് മീറ്റിംഗ് ആണ്. ഇപ്പോൾ USന്റെ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട് ജെറോം പവലിൻ്റെ കമൻട്രി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈക്കും മറ്റ് ഇൻഫ്ലേഷൻ ഡാറ്റകളും ഇതൊക്കെ വെച്ചുകൊണ്ട് US എക്കണോമിയുടെ ഫ്യൂച്ചർ അവിടെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമ്മൾ നെക്സ്റ്റ് വീക്ക് കാണാൻ കഴിയും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് അത് മാർച്ച് 17-18 തീയതികളിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഡെത്ത് ക്രോസിലേക്ക് അല്ലെങ്കിൽ ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്ത് 23,151 എന്ന ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും ഇനി താഴോട്ടേക്കുള്ള സപ്പോർട്ട് ലെവലുകൾ പ്രധാനപ്പെട്ട 3 സപ്പോർട്ട് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് 23,000 ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. അത് കഴിഞ്ഞാൽ 22,800, പിന്നീടുള്ളത് 22,500 ആണ്. അപ്സൈഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് 23,400 ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. അത് കഴിഞ്ഞാൽ 23,500, അത് കഴിഞ്ഞാൽ 23,750 ആണ്. അപ്പോൾ 22,500 23,500 നിഫ്റ്റിയുടെ ഒരു സാധ്യത നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാൻ കഴിയുക. അപ്പോൾ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ പല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്ക് ലോയിലേക്ക് വന്നതായിട്ട് കാണും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 7 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് HUL ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇപ്പോൾ 2,160 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഇതുള്ളത്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 18% ഇത് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. 2,048 ഇതിൻ്റെ 52 വീക്ക് ലോ. ഇപ്പോൾ സൂചിപ്പിക്കുന്ന RSI ഏകദേശം 31 അടുത്തിരിക്കുകയാണ്. ഓവർ സോൾഡ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 46 ഇത് അതിൻ്റെ 3 ഇയർ മീഡിയം Pയേക്കാൾ താഴെയാണ്. 3 ഇയർ മീഡിയം P 53 ഇപ്പോൾ ഒരു 0.8 കമ്പനി ആയിട്ടുള്ള നല്ല ROCയും ROയും കാണിക്കുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ ഇടിയാനുള്ളൊരു കാരണം റൂറൽ ഡിമാൻഡ് കുറഞ്ഞത് കൊണ്ടാണ്. കൂടാതെ ക്രൂഡ് ഓയിൽ വന്നിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു ഫ്ലക്ച്വേഷൻസും അത് സ്വാഭാവികമായിട്ടുണ്ടാകാൻ പോകുന്ന ഇൻഫ്ലേഷനും അതിൻ്റെയൊക്കെ ഒരു ഭയം കാരണമാണ് HUL ഇപ്പോൾ താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബൈങ് റേഞ്ച് നമ്മൾ കാണുന്നത് 2,100, 2,120 എന്ന റേഞ്ചാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഇതേ സെഗ്മെൻറ്റിൽ നമ്മൾ കാണുന്ന ITC ആണ്. ഇപ്പോൾ കറണ്ട് പ്രൈസ് 301 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 32% ഈ സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ 52 വീക്ക് ലോ 300 ഇപ്പോൾ RSI 30 അടുത്താണ് നിൽക്കുന്നത്. ഓവർ സോൾഡ് സോണിലേക്ക് കടന്നിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 18.3 എന്ന റേഞ്ചിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയൻ P 26 ഇപ്പോൾ ശക്തമായ ROയും ROCയും കാണിക്കുന്ന ഈ സ്റ്റോക്ക് ഒരു 0.8 കമ്പനിയാണ്, ഒരു ക്യാഷ് റിച്ച് കമ്പനിയാണ്. അപ്പോൾ സിഗരറ്റ് നികുതിയുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻ കാരണമാണ് ഈ സ്റ്റോക്ക് വലിയ തോതിൽ താഴോട്ടേക്ക് പോയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബൈങ് റേഞ്ച് ഇപ്പോൾ കാണുന്നത് 290, ആ ഒരു 300 അതിനിടയ്ക്കുള്ള ഒരു ലെവലിൽ നല്ലൊരു ബൈങ് റേഞ്ച് ആയിട്ട് കണക്കാക്കാം. അടുത്തൊരു സ്റ്റോക്ക് HCL ടെക്നോളജിയാണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 1,325 അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 25% ഈ സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. 1,303 എന്ന പ്രൈസാണ് ഇതിൻ്റെ 52 വീക്ക് ലോ. 25 എന്നുള്ള ഒരു RSIയിലാണ് ഇപ്പോൾ ഓവർ സോൾഡ് സോണിലാണ് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 20 എന്ന റേഞ്ചിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം P 25 ഒരു 0.8 കമ്പനി ആയിട്ടുള്ള ശക്തമായ ROയും ROCയും ഉള്ള മറ്റൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയാണ് HCL ടെക്.
അപ്പോൾ US ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കുറക്കാൻ വൈകുന്നത് കാരണം അമേരിക്കൻ IT കമ്പനികളുടെ സ്പെൻഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള കുറവാണ് സ്റ്റോക്ക് ഇത്രയധികം താഴത്തേക്ക് പോകാനുള്ള കാരണം. പുതിയ AI അഡോപ്റ്റേഷൻ മേഖലയിലൊക്കെ ഇവർ കടന്നു വരുന്നത് കൊണ്ട് ഈ സ്റ്റോക്കിന് തീർച്ചയായിട്ടും ഭാവിയുണ്ട്. ഇതിൻ്റെ ഒരു ബൈങ് റേഞ്ച് നമ്മൾ കാണുന്നത് 1280 1300 എന്ന റേഞ്ചിലാണ്. അടുത്തൊരു സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 2190 അതിൻ്റെ ഹൈയിൽ നിന്ന് 26% ഈ സ്റ്റോക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. 2163 ഇതിൻ്റെ 52 വീക്ക് ലോ. RSI ഇപ്പോൾ 28 സൂചിപ്പിക്കുന്നത് ഓവർ സോൾഡ് സോണിലേക്ക് പോയി എന്നുള്ളതാണ്. സ്റ്റോക്കിൻ്റെ PE 51 ഇപ്പോൾ. 3 ഇയറിൻ്റെ മീഡിയം PE 58 ഇപ്പോൾ ശക്തമായ ROEയും ROCയും കാണിക്കുന്ന ഈ സ്റ്റോക്കും ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് താഴത്തേക്ക് വരാനുള്ള കാരണം തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസിലുള്ള വർധനമാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂളാകുന്നതോടെ ഈ സ്റ്റോക്കിൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. ഇതുകൂടാതെ ഇത് ബിർള ഓപ്പസ് പോലെയുള്ള കമ്പനികളിൽ നിന്നുള്ള കോമ്പറ്റീഷനും ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് ബൈങ് പ്രൈസ് നമുക്ക് കാണുന്നത് 2150 2170 എന്ന റേഞ്ചാണ്. അടുത്തൊരു സ്റ്റോക്ക് വരുൺ ബീവറേജസ് ലിമിറ്റഡ് ആണ്. 401 ഇപ്പോൾ കറണ്ട് പ്രൈസ്. അതിൻ്റെ ഹൈയിൽ നിന്നും 29% ഈ സ്റ്റോക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. 400 ഒരു 52 വീക്ക് ലോ പ്രൈസ്. RSI ഇപ്പോൾ 26 എന്ന ലെവലിൽ ഓവർ സോൾഡ് സോണിലാണ്. സ്റ്റോക്കിൻ്റെ PE 46 ഇപ്പോൾ. 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 64 വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശക്തമായ ഫണ്ടമെൻ്റൽസ് ഉള്ള ഈ സ്റ്റോക്കും ഒരു സീറോ ഡെറ്റ് കമ്പനിയായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ സ്പ്ലിറ്റിന് ശേഷം വലിയ തോതിൽ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഏതായാലും വരാൻ പോകുന്ന സമ്മർ സീസൺ ഈ സ്റ്റോക്കിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു ബൈങ് റേഞ്ച് ഇപ്പോൾ 380 395 എന്ന ലെവലിൽ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അടുത്തൊരു സ്റ്റോക്ക് ഫാർമ സെഗ്മെൻറ്റിലുള്ള സിപ്ലൈ ആണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 1315 അതിൻ്റെ ഐയിൽ നിന്ന് 21% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 52 വീക്ക് ലോ 1282 RSI ഇപ്പോൾ 40 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 22 എന്ന ലെവലിലാണ്. അപ്പോൾ 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 26 താഴെയാണത്. അതുപോലെ ശക്തമായ ROEയും ROCയും ഉള്ള ഈ സ്റ്റോക്കും ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. ഇപ്പോൾ ഇവരുടെ ഡിസംബർ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റിലുണ്ടായിട്ടുള്ള ഇടിയും അതുപോലെ തന്നെ USFDAയുടെ കർശനമായിട്ടുള്ള പ്ലാന്റുകളിലുള്ള ഇൻസ്പെക്ഷൻസുമാണ് ഈ സ്റ്റോക്ക് ഇടിവുണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഇവരുടെ പുതിയ ഫോർമുലേഷൻസിൻ്റെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ഒരു തിരിച്ചുവരവ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ബൈങ് റേഞ്ച് ഇപ്പോൾ ഏകദേശം 1250 1280 ഒരു നല്ല ബെസ്റ്റ് ബൈ പ്രൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഫൈനലായിട്ടുള്ള സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജീസ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 10,338 എന്ന ലെവലാണ്. അതിൻ്റെ ഹൈയിൽ നിന്ന് 44% ഈ സ്റ്റോക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. 9620 ഇതിൻ്റെ 52 വീക്ക് ലോ. RSI ഇപ്പോൾ 44 എന്ന ലെവലിലാണ്. വലിയ തോതിൽ ഓവർ സോൾഡ് ആയിട്ടില്ല. 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 118 സ്റ്റോക്കിൻ്റെ PE 44 അപ്പോൾ വലിയ തോതിലുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.34 മാനേജബിൾ ഡെറ്റ് മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള റോ മെറ്റീരിയൽസിൻ്റെ നോൺ അവൈലബിലിറ്റിയും അതുപോലെ ചൈനീസ് കമ്പനികളിൽ നിന്നുള്ള വെല്ലുവിളികളുമാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ താഴ്ത്തുക കാരണം. അതുപോലെ ഹൈ PEയിലുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും ഈ സ്റ്റോക്കിൽ നടന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പുതിയ PLI സ്കീമുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഡിക്സൺ. 9700 9900 എന്നുള്ള ഒരു നല്ലൊരു ബൈങ് റേഞ്ചായിട്ട് കണക്കാക്കാം. ഇപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. ഈ സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് ലെവൽ വരുമ്പോൾ മാത്രമേ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കൂടാതെ ഇപ്പോഴത്തെ കറക്ഷനിലൂടെ കടന്നു പോകുന്ന മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ ചെറുതാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.